Hi friends, welcome to Pratap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ Realme C3 എന്ന ഫോണിന്റെ ക്യാമറ റിവ്യൂ ആണ്. Realme C3 6999 രൂപ 3GB RAM 32GB സ്റ്റോറേജ് വേരിയന്റിന് വരുന്ന ഒരു ഫോണാണ്. അതിന്റെ പ്രോസസർ MediaTek G70 ആണ്. അത്യാവശ്യം PUBG കളിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോണാണ്. പക്ഷേ അതിന്റെ ടച്ച് ഇഷ്യൂനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗെയിമിംഗ് വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ക്യാമറ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ ക്യാമറ പർപ്പസിനൊക്കെ നിങ്ങൾ 7000 രൂപ അല്ലെങ്കിൽ 8000 രൂപ കൊടുത്ത് ആ ഒരു ഫോൺ എടുത്താൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇമേജുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഓൺ സ്ക്രീനിൽ കാണാം. അപ്പോൾ അത് കണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതെല്ലാം ഇവിടെ വെറുതെ വിവരിച്ചില്ല, ഘടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ഇമേജുകളിലേക്ക് വരാം. ഇത് മെയിൻ ക്യാമറയുടെ ഒരു ഇമേജാണ്. ഓവറോൾ ഒരു നല്ല ഇമേജ്, നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ നമ്മൾ മെയിൻ ക്യാമറ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു നല്ല ക്വാളിറ്റി കിട്ടും. ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഈ ഒരു ഇമേജിനെ സൂം ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു രീതിയിലേക്കേ നമുക്ക് പറ്റുള്ളൂ. എങ്കിലും ഈ ഒരു രീതിയിലേക്ക് സൂം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് മെയിൻ ക്യാമറ നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ടെന്നാണ് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. മറ്റൊരു ഇമേജ് നമുക്ക് ഇതും ഒന്ന് സൂം ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നല്ല ലൈറ്റുള്ള കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഒരു തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. മറ്റൊരു ഇമേജ് നമുക്ക് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്യുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാ ഇമേജുകളും, മെയിൻ ക്യാമറയുടെ ഇമേജുകൾ അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ കാണേണ്ടുന്ന ഒരു നല്ല ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. 1-2 ഇമേജുകൾ കൂടി ഞാൻ കാണിക്കാം. ഇതും ഞാൻ ആ ഇമേജിനെ ഒന്ന് സൂം ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ സൂം ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ഒരു 4 ഇമേജുകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയോളൂ. ഇനി നമുക്ക് ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മളത് കണ്ടത് സാധാരണ ഇമേജുകളാണ്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് ഉണ്ടായിരിക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. വലിയൊരു ഡീറ്റെയിൽസിലൊന്നും പറയാനില്ല, പക്ഷേ എങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് പറയാവുന്ന ഒരു ക്വാളിറ്റി. എന്തായാലും ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് മെയിൻ ക്യാമറ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് നമ്മൾ ആൾക്കാരെ ഫോട്ടോ എടുത്താൽ കിട്ടുക. ഇപ്പം എൻ്റെ മോളെ നിർത്തി ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ഇതാണ് ആ ഒരു ഇമേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പോർട്രേറ്റ് മോഡൽ എടുക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. എഡ്ജ് ഡിറ്റക്ഷൻ ഒന്നും അത്ര വലിയ പെർഫെക്റ്റ് പറയാനില്ലെങ്കിലും നല്ല ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസിന് ഓക്കെ എന്ന് പറയാൻ തോന്നുന്നു. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. പോർട്രേറ്റ് മോഡ് എടുത്തിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല ക്വാളിറ്റി തന്നെ പറയാം. പക്ഷേ എല്ലായ്പ്പോഴും ഈ രീതിയിൽ നല്ല ക്വാളിറ്റിയിലല്ല കിട്ടുന്നത്. ചില സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്നതിന് പകരം എന്നെ ബ്ലറാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. നല്ല ഇമേജൊക്കെയാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്, ഞാനാണ് ബ്ലറായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഒരു വലിയൊരു ക്യാമറ പെർഫോമൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ഫോൺ എടുക്കണ്ട. തരക്കേടില്ലാത്ത ഈ ഒരു ക്വാളിറ്റിയൊക്കെയാണ് ഇതിൽ കാണുന്ന ഒരു ക്വാളിറ്റിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി നമുക്ക് സൂം ചെയ്തൊക്കെ നോക്കാവുന്ന നല്ല ക്വാളിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ഇമേജ് കൂടി നമുക്ക് നോക്കാം. പോർട്രേറ്റ് മോഡാണ്. എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. തരക്കേടില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഒരു അത്യാവശ്യം സെൽഫിയൊക്കെ എടുക്കാവുന്ന ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ കാണുന്നത്. എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെവിയൊക്കെ അത്യാവശ്യം ബ്ലോട്ടായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ബ്ലറായി പോയിട്ടുണ്ട്. വലിയൊരു പെർഫെക്ഷൻ പ്രതീക്ഷിക്കേണ്ട, എങ്കിലും അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാതെ അകത്തേക്കൊക്കെ കയറി നിന്നുകൊണ്ട് വെയിലത്ത് നിന്ന് മാറി നിന്നുകൊണ്ടൊക്കെ ഫോട്ടോ എടുത്താൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുക. എന്നാലും തിരക്കേടില്ലാത്തൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്ര ഡയറക്റ്റ് സൺലൈറ്റിൽ നിൽക്കാതെ എടുക്കുമ്പോൾ നമുക്ക് നല്ല ഡീറ്റെയിൽസ് ലെവലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. കേട്ടോ, സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു തിരക്കേടില്ലാത്ത ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം യൂസബിളായ സെൽഫി ക്യാമറയും മെയിൻ ക്യാമറയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് വന്നാൽ, സെൽഫി ക്യാമറ ഡയറക്റ്റ് വെയിലുള്ള സമയത്ത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ രീതിയിലുള്ള വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ഇത്ര കണ്ട് ഹാർഷ് ആയിരിക്കില്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇതുപോലെ. ഇതിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ മെയിൻ സെൽഫി ക്യാമറ തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ആണ്. സ്റ്റെബിലൈസേഷൻ്റെ ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്റ്റെബിലൈസേഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കേണ്ട. അത് മെയിൻ ക്യാമറയ്ക്കും സെൽഫി ക്യാമറയ്ക്കും സ്റ്റെബിലൈസേഷൻ ഒന്നും വരുന്നില്ല. ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഒരു തരക്കേടില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റി മെയിൻ ക്യാമറ നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു കാണുന്ന ഒരു ക്വാളിറ്റി തന്നെ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ വീഡിയോ പർപ്പസിനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട്.
എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഫുട്ടേജൊക്കെ തന്നെയാണ് കിട്ടുന്നത് ആ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ. നമ്മളെങ്ങനെ അത് ആവർത്തിക്കുകയാണ്, കാരണം ആ പ്രൈസ് റേഞ്ച് നിങ്ങൾ മറക്കരുത്. ആ പ്രൈസ് റേഞ്ച് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഒരു തിരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു മെയിൻ ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ മെയിൻ ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ്റെ ലെവൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യം, എങ്കിലും ഇവിടെ ഒന്ന് കണ്ട് മനസ്സിലായിക്കോളും. ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓൺ സ്ക്രീനിൽ കാണാം കേട്ടോ. ഈ റെസൊല്യൂഷനിൽ ഈ ഒരു ഫ്രെയിം പെർ സെക്കൻഡിലൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്ലോ മോഷനാണ്. ഇതിനകത്ത് സ്ലോ മോഷൻ 120 ഫ്രെയിം പെർ സെക്കൻഡ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുക. വളരെ ചെറിയൊരു പീസായിരിക്കും. അതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സ്ലോ മോഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്താൽ കിട്ടുക. യൂസ്ഫുള്ളായ ഒരു സംഭവമൊന്നുമല്ല, ക്വാളിറ്റി ഒന്നും ഇല്ല. പക്ഷേ ആ ഒരു പ്രൈസിലൊരു ഫോൺ എടുത്തിട്ട് ഒരു സ്ലോ മോഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതിയിലുള്ള ഒരു സ്ലോ മോഷൻ നമുക്ക് ഫോണിൽ മാത്രം കാണാവുന്ന തരത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്ലോ മോഷൻ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഒന്നും ഇല്ലാത്തതിലും ഭേദമാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളത് എന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ലോ മോഷൻ ആ ഒരു പ്രൈസിലെ ഫോണിന് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. അതല്ലാതെ വലിയ യൂസ്ഫുൾ ആയ ഒരു സംഭവമാണെന്ന് വിചാരിക്കരുത്. റെസൊല്യൂഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 640x480 ഈ ഒരു റെസൊല്യൂഷനിലാണ് ഈ ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നത്. ഇനി ലോ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൽഫി ക്യാമറ ഈ ഒരു രീതിയിലാണ്. അത്യാവശ്യം ഡയറക്റ്റായിട്ട് ലൈറ്റൊക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു നോർമൽ ഇമേജും പോർട്രേറ്റ് ഇമേജും ഒക്കെ നമുക്ക് കിട്ടും. പോർട്രേറ്റ് ഇമേജിൻ്റെ ഒക്കെ എഡ്ജ് നിങ്ങൾക്ക് കാണാം, ഒരുവിധമൊക്കെ നന്നായിട്ട് തന്നെ ബ്ലർ ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട എഡ്ജ് ഡിറ്റക്ഷനിലൊന്നും. പക്ഷെ അതല്ലാതെ കണ്ട് അത്യാവശ്യം ഫോട്ടോ എടുക്കാവുന്ന ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സെൽഫി ക്യാമറയുടെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കണ്ടത്. തിരക്കേടില്ലാത്ത അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ഇത് മെയിൻ ക്യാമറയുടെ ഇമേജ് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻ, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുക. ഒരു തിരക്കേടില്ലാത്ത ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് മെയിൻ ക്യാമറ എന്തായാലും തരുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് മെയിൻ ക്യാമറയുടെ നോർമലായിട്ടുള്ള മറ്റ് സബ്ജക്റ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഒരു മെയിൻ ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു ഇമേജ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്തായാലും തിരക്കേടില്ല, അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഈ ഒരു പ്രൈസിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു തിരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി തന്നെയായിട്ട് തോന്നുന്നു. പക്ഷെ ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റി ഇതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഈ പ്രൈസ് റേഞ്ചിൽ വേറെ നല്ല ഫോണുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതും ആക്സെപ്റ്റബിൾ ആണ്. കാരണം ഇതിൻ്റെ പെർഫോമൻസ്, മീഡിയാടെക് G70 എന്ന പെർഫോമൻസ്, ആ പ്രൊസസ്സറുള്ള ഫോണാണ്. നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ഒരു ക്യാമറ ക്വാളിറ്റി കിട്ടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം ആക്സെപ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഡയറക്റ്റ് ലൈറ്റ് എൻ്റെ ഫേസിലേക്ക് അടിക്കുന്ന സാഹചര്യത്തിൽ, ലൈറ്റ് ഉള്ള സമയത്ത് ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും. ലൈറ്റിൽ നിന്ന് ഞാൻ മാറുമ്പോഴുള്ള സാഹചര്യം നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റിൽ നിന്ന് മാറാൻ പോവാണ്. കണ്ടോ, ലൈറ്റിൽ നിന്ന് മാറുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയൊക്കെയാണ് കാണുക. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, അവിടെ വലിയ ക്വാളിറ്റി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. മെയിൻ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെയുള്ളൊരു ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ക്യാമറയും തിരക്കേടില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് ആ ഒരു പ്രൈസിലെ ഒരു എബോവ് ആവറേജ് അല്ല, ഒരു ആവറേജ് പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ രീതിയിലുള്ള പെർഫോമൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി C3യുടെ ഒരു ക്യാമറ റിവ്യൂ. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരു മീഡിയം, ഒരു ആവറേജ് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ക്യാമറ തരുന്നത്. അതിനകത്തുനിന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.